ദൃശ്യം 3യുടെ സിനിമാ ലൊക്കേഷനിൽ നിന്നും ആന്റണി പെരുമ്പാവൂർ മീഡിയയോടൊപ്പം ചേരുകയാണ്. സർ, ദൃശ്യം 3യുടെ ചിത്രീകരണം ആരംഭിക്കുമ്പോൾ ഇരട്ടി മധുരമാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടന് ഒരു ഫാൽക്കൺ പുരസ്കാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ്, സമയങ്ങളാണ്. മോഹൻലാൽ സാറിൻ്റെ കൂടെ നമ്മളുടെ ജീവിതം ചേർന്ന് നിന്ന് ഇത്രയും വർഷം ജീവിക്കാൻ പറ്റിയെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഈ സന്തോഷം ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നമുക്ക് മലയാളികൾക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സമയമാണ്. ഇത് മലയാളത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ്. അത് മോഹൻലാൽ സാറിലൂടെ അത് കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. ഇതേ സമയത്ത് തന്നെ ഞങ്ങളുടെ ദൃശ്യം 3 എന്ന ചിത്രം തുടങ്ങാൻ പറ്റുന്നു എന്ന് പറയുന്നതും ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. ദൃശ്യത്തിന് ആദ്യ 2 ഭാഗങ്ങളും മലയാളികൾ ഏറെ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ ഒരു സിനിമയെ മാറി. ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ പോലും ഒരു കുടുംബ പ്രേക്ഷകരുടെ സിനിമയായിരുന്നു. ദൃശ്യം 3യിലും അത് തന്നെ ഈ ഒരു പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ദൃശ്യം 1ഉം 2ഉം പോലെ തന്നെ, അല്ലെങ്കിൽ അതിലേക്കും അപ്പുറമായി അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാ കാലത്തും ആശീർവാദ് സിനിമാസിനും മോഹൻലാൽ സാറിനും ഒക്കെ തന്നിട്ടുള്ളതാണ്. അത് ഇനിയും തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. വളരെ സന്തോഷം. ഈ ലാലേട്ടന് ഫാൽക്കൺ പുരസ്കാരം ലഭിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു നടൻ, ഒരു സംവിധായകൻ, ഒരു നിർമ്മാതാവ്, ഈ 3 ഘടകങ്ങൾ കൂടി ഇതിൽ ഏറ്റവും നിർണായകമാണ്. ലാലേട്ടന് ഇനിയും ഒരു സംവിധായകൻ നമുക്ക് കാണാൻ കഴിയുമോ? അല്ല, അതിനങ്ങനെ ഒരു സമയമുണ്ടെങ്കിൽ അത് കാണേണ്ടത് തന്നെയാണല്ലോ. അത് ആ യാത്രയിൽ ഇനിയും സംഭവിക്കട്ടെ, നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ. ലാലേട്ടൻ എപ്പോഴാണ് പുരസ്കാരം വാങ്ങിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ? നാളെയാണല്ലോ പുരസ്കാരം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകും. എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ രാഹുലിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1, കൊച്ചി.